ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മരിയൻ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജപമാല എന്ന വാക്കാണ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ജപമാല. പ്രത്യേകിച്ച് ഭാരതീയ പാരമ്പര്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു പദമാണിത്. ജപ, മാല എന്നീ രണ്ട് സംസ്കൃത വാക്കുകൾ കൂടിച്ചേരുമ്പോഴാണ് ജപമാല. ജപ, ജപം, repetition of mantras. Mala is a garland. This is used to count the repetitions during japa meditation practice. അത് ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ, ഈ ജപങ്ങൾ ചൊല്ലുമ്പോൾ അവരുപയോഗിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പൊ അതിൽ നിന്നാണ് ജപമാല എന്ന പദം വരുന്നത്. നമ്മളൊക്കെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ അത് ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഹൈന്ദവ സന്യാസിമാര് മന്ത്ര അത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. റെപ്പറ്റീഷൻസ് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ജപമാലയിലും ഈ റെപ്പറ്റീഷൻസ് ഉണ്ട്. ഒരുപക്ഷെ നമ്മൾ ചോദിച്ചേക്കാം, എന്തിനാ ഇത്രയും റെപ്പറ്റീഷൻസ് വരുന്നത്? ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ദ റെപ്പറ്റീഷൻ ഹെൽപ്സ് ടു ഫോക്കസ് ദ മൈൻഡ് ആൻഡ് ഡീപ്പൻ ദ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് എന്നാണ്. ഭാരതീയ സന്യാസിമാരുടെ രീതി അനുസരിച്ച് ഈ റെപ്പറ്റീഷൻസ് നമുക്ക് കൂടുതൽ ശ്രദ്ധ തരുന്നു എന്നുള്ളതാണ്. അവരിങ്ങനെ മന്ത്രാസ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ജപമാല എന്ന വാക്ക് വരുന്നത്, റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ദൈവോന്മുഖമായ ശ്രദ്ധ ലഭിക്കുന്നു. ആവർത്തിക്കപ്പെടുമ്പോഴും അതിൻ്റെ മധുരം നഷ്ടപ്പെടുന്നില്ല. അതാണ് ഈ ജപമാലയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മലയാളികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടഭോജ്യമാണ് ചോറ്. എത്ര കഴിച്ചാലും നമുക്കത് മതി വരുന്നില്ല. എന്നതുപോലെ തന്നെ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന എത്ര ആവർത്തി ചൊല്ലിയാലും അതിനോടുള്ള സ്നേഹം കുറയുന്നില്ല, ഭക്തി കുറയുന്നില്ല. അത് ആവർത്തനമല്ല, അനുഗ്രഹമാണത്. അതുകൊണ്ട് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന, അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ആഴമായ അന്തസ്സത്ത മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് ചൊല്ലിക്കേ, വലിയ അനുഗ്രഹമായിരിക്കും. ഈശോ മറിയത്തെ കണ്ട് പറഞ്ഞ വാക്കുകളാണത്. ഒരുപക്ഷെ പുതിയ തലമുറ ചോദിച്ചേക്കാം, എന്തിനാ ഈ ആവർത്തനങ്ങൾ? പക്ഷെ ആവർത്തനങ്ങൾക്കൊരു മധുരമുണ്ട്. അത് നമ്മെ കൂടുതൽ മാതാവിനോട് ചേർത്ത് നിർത്തുന്നതാണ്. എത്രമാത്രം ജപമാലകൾ അർപ്പിക്കാൻ സാധിക്കുമോ അത്രയേറെ അനുഗ്രഹങ്ങളാണ്. എന്നോടൊരിക്കലും ഒരു ഡ്രൈവർ സൂചിപ്പിച്ചത്, ഒരു KSRTC ഡ്രൈവർ, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വാഹനം ഓടിക്കുമ്പോഴൊക്കെ അദ്ദേഹം ജപമാല ചൊല്ലിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത്. ഇന്ന് വരെ ഒരു അപകടത്തിലും പെട്ടില്ല, കഴിഞ്ഞ 28 വർഷമായിട്ട്. അതാണ് അനുഗ്രഹം, അതാണ് അത്ഭുതം, അതാണ് കൃപ. അപ്പോൾ ജപമാല, ജപങ്ങളുടെ ഒരു മാല, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനകൾ കോർത്തിണക്കിക്കൊണ്ട് സഭ നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായൊരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ സൗന്ദര്യം അതാണ്. പരിശുദ്ധ അമ്മ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.